പാർട്ടി നടപടിക്കെതിരെ പി ദിവ്യ സിപിഎം കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചേക്കും. നടപടി ഏകപക്ഷീയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിവ്യ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാനൊരുങ്ങുന്നത്. അപർണ കുറുപ്പ് വിശദാംശങ്ങളുമായി ചേരും. എന്തായാലും ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു വാർത്ത വന്നത്. വലിയ തരത്തിൽ എതിർപ്പുണ്ട്, തനിക്ക് അതൃപ്തിയുണ്ട്, ഇത്തരത്തിലൊരു തരം താഴ്ത്തൽ എന്നാണ്, തനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള തരത്തിൽ പി ദിവ്യ ഇന്നലെ ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപർണ കുറുപ്പിനോട് തന്നെയായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന ദിവ്യ നടത്തിയത്. പിന്നീട് അവർ അത് തിരുത്താൻ ശ്രമിച്ചെങ്കിൽ കൂടി തനിക്ക് തന്നെ ഇത്തരത്തിൽ താൻ ജയിലിൽ കഴിയുന്ന സമയത്ത് താൻ ഇത്ര വർഷം 20 വർഷത്തിലപ്പുറമായി പ്രവർത്തിച്ച ഒരു സംഘടന തന്നെ തഴഞ്ഞു, താൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് തനിക്കൊപ്പം നിൽക്കേണ്ട സമയത്ത് തന്നെ ചേർത്ത് പിടിച്ചില്ല എന്ന തരത്തിലൊരു പ്രസ്താവന, ഒരു പരാമർശം പി ദിവ്യ ഇന്നലെ അപർണ കുറുപ്പുമായി സംസാരിക്കവേ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ പാർട്ടി നടപടിയിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്നുള്ള വിവരമാണ് ഇന്നലെ തന്നെ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപർണ കുറുപ്പ് ചേരുന്ന വിവരങ്ങളുമായി. അപർണ, ഇന്നലെ നമ്മളോട് തന്നെയാണ്, ന്യൂസ് 18നോട് തന്നെയാണ് ആദ്യം തന്നെ ഇത്തരത്തിൽ തനിക്കൊരു അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യം ദിവ്യ തുറന്നു പറഞ്ഞത്. എനിക്കതിൽ വേദനയുണ്ട് എന്നുള്ള കാര്യം ദിവ്യ തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഇതാ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നു. ദിവ്യയ്ക്ക് അസംതൃപ്തിയുണ്ട്, പാർട്ടി തനിക്കൊപ്പം നിന്നില്ല എന്നൊരു അസംതൃപ്തി ഉണ്ട് എന്ന് പുറത്തു വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലൂടെ ദിവ്യ കടന്നുപോയി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിന് തുടർന്നാണ് പാർട്ടി നടപടി താൻ അംഗീകരിക്കുന്നു, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വ്യാജമാണ് എന്ന അടക്കമുള്ള ഒരു ഫേസ്ബുക്ക് പ്രതികരണത്തിലേക്കൊക്കെ ദിവ്യ കടന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളതും ഈ അസംതൃപ്തി ഉണ്ട് എന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്ത കൃത്യമാണ് എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പാർട്ടി കേന്ദ്ര നേതൃത്വവും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതായത് തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള നടപടി ഏകപക്ഷീയമാണ് എന്ന് തന്നെയാണ് ദിവ്യ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി തനിക്ക് നേരെ ഉണ്ടായി. തനിക്ക് ജയിലിലുണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന സമയത്തേക്ക് ഒരു വിശദീകരണം നൽകാനുള്ള സമയം പാർട്ടി തനിക്ക് നൽകിയില്ല എന്ന് കൃത്യമായി ദിവ്യ വിശ്വസിക്കുന്നു. പാർട്ടി കൺട്രോൾ കമ്മീഷനെ സമീപിച്ചേക്കും എന്നുള്ള ചില വാർത്തകൾ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ദിവ്യയുടെ ഭാഗത്ത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ തന്റെ പരാതി, തന്റെ വിഷമം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള കടുത്ത നടപടിയിലേക്ക് കടന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉള്ള നിർദ്ദേശം മൂലമാണ് എന്നുള്ള സൂചനകളുണ്ട്. അതായത് കണ്ണൂർ ജില്ലാ നേതൃത്വം അല്പം കൂടി ഒരു മയപ്പെട്ട നിലപാടിലേക്ക്, ഒരുപക്ഷെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നതിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്കൊക്കെ കടക്കണമെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ജില്ലാ നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം ഒക്കെ സ്വീകരിച്ച് ഇരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇടപെടുന്നു. സംസ്ഥാന സെക്രട്ടറി കടുത്ത നിർദ്ദേശമാണ് നൽകിയത്. ദിവ്യക്കെതിരെ വളരെ പെട്ടെന്ന് കടുത്ത നടപടിയിലേക്ക് കടക്കണം. അത് മാത്രമല്ല, ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യം ദിവ്യയെ അറിയിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു. അതാണ് ഉണ്ടായത് എന്നറിയുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല നേതാക്കന്മാരും ദിവ്യക്കെതിരെ ഈ രീതിയിലുള്ള കടുത്ത നടപടി നേരിട്ടതിൽ അസംതൃപ്തി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ദിവ്യയുടെ ഒരു പ്രതികരണം അത് സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പാർട്ടി ഈ വിഷയത്തിനകത്ത് ഇടപെടണമെന്നും കടുത്ത നടപടിയിലേക്ക് കടക്കരുതായിരുന്നു എന്നുള്ള അഭിപ്രായവും പല നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉയരുകയും ഉണ്ടായി. ഇതൊരു പരസ്യ പ്രതികരണത്തിലേക്ക് ദിവ്യയ്ക്ക് കടക്കാൻ കഴിയുകയില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്തതിനു ശേഷം ദിവ്യ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കടക്കുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും കേന്ദ്ര നേതൃത്വത്തെ താമസിയാതെ ദിവ്യ സമീപിക്കും, തന്റെ വിഷമം അറിയിക്കും. തീർച്ചയായും അപർണ, നമ്മൾ ഇന്നലെ പുറത്തുവിട്ട ഈ വാർത്ത പൂർണ്ണമായും ശരിയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലോടുകൂടി ന്യായീകരിക്കാൻ ദിവ്യ ശ്രമിച്ചെങ്കിൽ പോലും അങ്ങനെയല്ല. കൃത്യമായ അതൃപ്തിയുണ്ട്, ഒരു പുകയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി തന്നെ കറിവേപ്പില പോലെ CPM കണക്കാക്കി എന്ന വാക്കുകളാണ് പി ദിവ്യയിൽ നിന്ന് ഇന്നലെ അപർണയ്ക്ക് തന്നെ കേൾക്കാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കേന്ദ്ര നേതൃത്വത്തെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവിടെ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമോ, ഒരു മാറ്റം പ്രതീക്ഷിക്കണമോ, എന്ത് ഇടപെടലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യത അപർണ?
സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലുള്ള ഒരു നടപടി എടുക്കും? സംസ്ഥാന നേതൃത്വം തന്നെ ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് കടന്നത്. മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ തരത്തിലുള്ള പൊതുബോധം പി ദിവ്യക്കെതിരെ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേസ് കോടതിയിൽ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഇതല്ലാതെ മറ്റെന്താണ് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും കടുത്ത നടപടി, ഇത്രയും വലിയ കടുത്ത നടപടിയായിരുന്നു ഒറ്റയടിക്ക് ദിവ്യയ്ക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അതിനൊരു സാവകാശം നൽകണമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ദിവ്യയുമായി ബന്ധപ്പെട്ടവർ നൽകുന്നത്. പിന്നെ മാത്രമല്ല ഇതൊരു നടപടി, താൻ പാർട്ടി നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത്, അതും എഡിറ്റ് ചെയ്ത് ചേർത്ത വരി കൂടിയാണ് ദിവ്യ അങ്ങനെ ദിവ്യ പറഞ്ഞിരുന്നത്. അപ്പോഴും ദിവ്യ ചോദിച്ചിരുന്ന, ഇന്നലെ നമ്മളോട് പറഞ്ഞപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ വിഷയം ഇത് തന്നെയാണ്. ജയിലിൽ ഉണ്ടായിരുന്ന സമയത്ത് തനിക്ക് നടപടി നേരിടേണ്ടി വരുന്നു, ജയിലിൽ വന്ന നേതാക്കന്മാർ തന്നെ അറിയിക്കുന്നു താനിത് ആ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത്. അതാണ് അത്യന്തം വേദനാജനകമായിരുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു വിശദീകരണം നൽകാനുള്ള സമയം പോലും തനിക്ക് അനുവദിച്ചില്ല എന്ന്. അപ്പോൾ ഇത് തന്നെയാണ് ദിവ്യ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാൻ ഒരുങ്ങുന്നതും. അതായത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു അച്ചടക്ക നടപടി, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലെ ഏറ്റവും കടുത്ത രണ്ടാമത്തെ നടപടി, ഏറ്റവും കടുത്ത നടപടി എന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത്. ബ്രാഞ്ച് കമ്മിറ്റി അംഗത്വമാക്കി ചുരുക്കുക. ഇത്രയും വലിയ പദവികളിൽ ഉണ്ടായിരുന്ന, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള പദവിയിൽ ഉണ്ടായിരുന്ന ഒരാളെ ഏറ്റവും താഴത്തേക്ക് തരം താഴ്ത്തുക എന്നുള്ളൊരു കടുത്ത നടപടി. ആ നടപടിയും ഏകപക്ഷീയമാണ്, കടുത്തതാണ് എന്നുകൂടി കാണിച്ചാണ് കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുക. സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വം ഇതിനകത്തൊരു കൃത്യമായ നിലപാടെടുക്കുകയും ആ നിലപാടിലേക്ക് കണ്ണൂർ ജില്ലാ നേതൃത്വം വഴങ്ങുകയും ചെയ്ത സാഹചര്യമാണ്. ഇതിനെ മറികടന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുമെന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. പക്ഷെ പാർട്ടി കൺട്രോൾ കമ്മീഷനെ സമീപിക്കുന്നില്ല എങ്കിലും പാർട്ടിയുടെ മേൽഘടകത്തെ സമീപിച്ചുകൊണ്ട് തന്റെ അസംതൃപ്തി, തന്റെ പരിഭവം, തന്റെ വിഷമം അറിയിക്കാൻ ദിവ്യ ഒരുങ്ങുന്നു എന്നുള്ളത് കൃത്യമാണ്. അത് ഏതായാലും തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യം. ഒരൊറ്റ ആഴ്ച മാത്രമാണ് ഇനി പാലക്കാട് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പൂർണ്ണമാകാനുള്ളത്. അതുകൊണ്ട് ആ ഒരു നടപടിയിലേക്ക് 20-ാം തീയതിക്ക് മുമ്പ് ദിവ്യ കടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഭവ്യ, തീർച്ചയായും അപർണ കുറുപ്പാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും തന്നോട് മാത്രം പാർട്ടി നീതികേട് കാണിച്ചു എന്നാണ് ഇന്നലെ ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ പി ദിവ്യ പറഞ്ഞത്. പല വിഷയത്തിലും കടുത്ത നടപടിയിലേക്ക് പാർട്ടി കടക്കേണ്ട സാഹചര്യത്തിൽ പോലും പലപ്പോഴും നടപടി മയപ്പെടുത്തിയ സാഹചര്യമുണ്ടായി. പക്ഷേ തന്നോട് മാത്രം വലിയ ഇരട്ട നീതി കാണിച്ചു പാർട്ടി എന്നതടക്കമുള്ള കാര്യം വ്യക്തമാക്കുന്നു. തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോഴൊക്കെ അതിനുശേഷം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും ഇപ്പോഴിതാ കേന്ദ്ര നേതൃത്വത്തെയൊക്കെ ഈ അതൃപ്തി അറിയിക്കും. പാർട്ടി ഈ നടപടി ഏകപക്ഷീയമാണെന്നുള്ള ആക്ഷേപമുണ്ട്. അത് കേന്ദ്ര നേതൃത്വത്തിന് താൻ പരാതി നൽകുമെന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ കടക്കുമ്പോൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ട വാർത്ത അത് പൂർണ്ണമായും ശരിവെക്കുകയാണ്, അല്ലെങ്കിൽ അത് ശരിയാവുകയാണ് ഇപ്പോൾ വരുന്ന ഈ വാർത്തയിലൂടെ കൂടി. അപർണ കുറുപ്പാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.